നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്തോനേഷ്യയിലെ സുലാവസി ദ്വീപിൽ 26 അടി നീളമുള്ള പെരുമ്പാമ്പിന്റെ വയറ്റിൽ 63 വയസ്സുള്ള കർഷകന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. സുലാവേസി ദ്വീപിലെ ബൂട്ടോൺ ജില്ലയിലാണ് ഹൃദയഭേദകമായ സംഭവം നടന്നിരിക്കുന്നത്. അസാധാരണമായി വീർത്തിരിക്കുന്ന പാമ്പിന്റെ വയർ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ അതിന്റെ വയർ മുറിക്കുകയായിരുന്നു. ആ സമയത്താണ് കർഷകന്റെ മൃതദേഹം വയറ്റിനുള്ളിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ മെജാപഹിത് ഗ്രാമത്തിലെ കൃഷിസ്ഥലത്തേക്ക് പോയ കർഷകൻ തിരിച്ചു വന്നിരുന്നില്ല. ഇതിനെ തുടർന്ന് കുടുംബം ഇയാളെ കാണാനില്ലെന്ന് പരാതി നൽകുകയായിരുന്നു. കർഷകനെ കണ്ടെത്തുന്നതിനായി നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ മോട്ടോർ സൈക്കിൾ പാടത്തിന് സമീപം നിർത്തിയിട്ടതായി കണ്ടെത്തി. ഇതിനടുത്തുള്ള ഒരു കുടിലിന് സമീപമാണ് കൂറ്റൻ പെരുമ്പാമ്പ് ഇര വിഴുങ്ങിയ നിലയിൽ ചുരുണ്ട് കിടക്കുന്നത് കണ്ടത്. വലിയ എന്തോ ഇരയെ വിഴുങ്ങിക്കിടക്കുകയാണെന്ന് സംശയം തോന്നിയ നാട്ടുകാർ പാമ്പിനെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. കൊന്നതിന് ശേഷം പാമ്പിന്റെ വയർ കീറി പരിശോധിച്ചപ്പോഴാണ് കർഷകന്റെ ശവശരീരം അതിനുള്ളിൽ കണ്ടെത്തിയത്. മഴക്കാലത്ത് ഗ്രാമത്തിൽ പെരുമ്പാമ്പുകൾ ഇര പിടിക്കുന്നത് സാധാരണ സംഭവമാണ്. എന്നാൽ മനുഷ്യരെ വിഴുങ്ങുന്നത് ആദ്യമായിട്ടാണ്. ദുരന്ത നിവാരണ ഏജൻസിയുടെ അടിയന്തര ലോജിസ്റ്റിക് വിഭാഗം തലവൻ ലാ ഓഡെ റിസാൽ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. കർഷകന്റെ ശരീരം കുടുംബാംഗങ്ങൾക്ക് കൈമാറി. ഞെട്ടിക്കുന്ന സംഭവം നാട്ടുകാർക്കിടയിലും ഇപ്പോൾ ഒരു ഭയം സൃഷ്ടിച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് സമീപ പ്രദേശത്തുള്ള പാമ്പുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവിനെ കുറിച്ചും അന്വേഷിക്കുമെന്ന് തദ്ദേശ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. 2017ലും സമാനമായ സംഭവം സുലാബിരോ ഗ്രാമത്തിലും നടന്നിരുന്നു. 25 വയസ്സുള്ള അക്ബറാണ് അന്ന് 23 അടി നീളമുള്ള പാമ്പിന്റെ ഇരയായത്. സാധാരണയായി വികസിച്ച പാമ്പിന്റെ വയർ കണ്ട് സംശയം തോന്നി കീറി നോക്കിയപ്പോഴാണ് അക്ബറിന്റെ മൃതദേഹവും കിട്ടിയിരിക്കുന്നത്. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിൽ കണ്ടുവരുന്ന പെരുമ്പാമ്പുകൾക്ക് 20 അടിയിലധികം നീളമുണ്ടാകും. സാധാരണയായി ചെറിയ ജീവികളെയാണ് ഇവ ഭക്ഷിക്കുകയെങ്കിലും മനുഷ്യനെ ആക്രമിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇവ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള അപകടത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഏതായാലും ഗ്രാമവാസികളെല്ലാം തന്നെ നടുക്കത്തിലാണ്. എല്ലാവരോടും ഒരു മുന്നറിയിപ്പും ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഒറ്റയ്ക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കേരളത്തിലും പാമ്പുകൾ മനുഷ്യവാസ സ്ഥലത്തേക്ക് എത്തുന്നതും വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പേപ്പാറ റോഡിൽ അഞ്ചുമരുത് മൂടിൽ വനാതിർത്തിയിൽ കണ്ടെത്തിയ രാജവെമ്പാല ഇര തേടി എത്തിയതായിരിക്കാമെന്ന നിഗമനത്തിൽ വനം വകുപ്പ്. പാമ്പുകളെ ഭക്ഷണമാക്കുന്ന രാജവെമ്പാല ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട പാമ്പിനെ കണ്ട് പിന്നാലെ കാട്ടിൽ നിന്ന് എത്തിയതാകാമെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. 20 കിലോയോളം ഭാരവും 18 അടിയോളം നീളവുമുള്ള രാജവെമ്പാലയാണ് പരുത്തിപ്പള്ളി റേഞ്ച് പരിധിയിൽ വരുന്ന ആര്യനാട് പാലോട് സെക്ഷനിൽപ്പെട്ട സ്ഥലത്ത് ഞായറാഴ്ച കണ്ടെത്തിയത്. വനംവകുപ്പിന്റെ ദ്രുത പ്രതികരണ സേനാംഗങ്ങളാണ് രാജവെമ്പാലയെ പിടികൂടിയത്. തണുപ്പ് കൂടുതലുള്ള പ്രദേശത്ത് പാർക്കാനാണ് രാജവെമ്പാലകൾക്ക് ഇഷ്ടം. ഞായറാഴ്ച രാജവെമ്പാലയെ കണ്ടെത്തിയ സ്ഥലം തോട്ടിൻകരയിലെ പാറപ്പുറത്തായിരുന്നു. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് അഞ്ചുമരുത് മൂട്. പെരിങ്ങമല പഞ്ചായത്തിലെ ചല്ലിമുക്കിൽ നിന്ന് ഒന്നിലധികം രാജവെമ്പാലകളെ പലതവണയായി പിടിച്ചിട്ടുണ്ട്. പെരിങ്ങമല പഞ്ചായത്തിലെ ചാത്തിച്ചാച്ച, മൺപുറം, ബൗണ്ടർബുക്ക്, പൊന്മുടി, കല്ലാർ എന്നിവിടങ്ങളിൽ നിന്നും ഇതിനെ മുൻപും വനവകുപ്പ് രാജവെമ്പാലകളെ പിടികൂടിയിട്ടുണ്ട്. കേരളത്തിൽ അഗസ്ത്യമല മുതൽ കാസർഗോഡ് വരെ ഇവയെ കാണാറുണ്ട്. പശ്ചിമഘട്ടം നിത്യഹരിത വനങ്ങൾ, ഈറ്റക്കാടുകൾ, ഇടതൂർന്ന അടിക്കാടുകളുള്ള വനങ്ങൾ, മുളങ്കാട്, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും കാടുകൾ എന്നിവിടങ്ങളിലെല്ലാം ഇവയുണ്ട്. കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള വിഷപ്പാമ്പാണ് രാജവെമ്പാല. കടിയേറ്റാൽ ശരാശരി 15 മിനിറ്റകം മനുഷ്യൻ മരിക്കും. ഒറ്റക്കടിയിൽ 6 മുതൽ 7 വരെ മില്ലിമീറ്റർ വിഷമുണ്ടാകും. മറ്റേത് പാമ്പ് കടിച്ചാലും ഇത്രയും വിഷമില്ല. 20 മുതൽ 40 വരെ മനുഷ്യരെയോ ഒരാനയോ കൊല്ലാനുള്ള വിഷം ഒരേ സമയം ഇവ പുറപ്പെടുവിക്കും. പൊതുവെ ഇവ ആക്രമകാരിയല്ലെന്നാണ് വനവകുപ്പ് പറഞ്ഞത്. 5.5 അടി നീളം, ശരാശരി 9 കിലോ ഭാരവും ഉണ്ടാവും. വിഷപ്പാമ്പുകൾ ഉൾപ്പെടെ മറ്റു പാമ്പുകളാണ് രാജവെമ്പാലയുടെ ഭക്ഷണം. ചിലപ്പോൾ ഉടുമ്പിനെയും ഭക്ഷണമാക്കും. പാമ്പുകളെ രാജാവ് എന്ന അർത്ഥത്തിലാണ് ഈ പേര് കിട്ടുന്നത്. മുട്ടയിടാനായി കൂടുണ്ടാക്കുന്ന ഒരേയൊരു പാമ്പും രാജവെമ്പാലയാണ്. കരിയിലകൾ കൂട്ടി കൂടുണ്ടാക്കും. വിരിയുന്നത് വരെ അമ്മ മുട്ടകൾക്കൊപ്പം കഴിയും. പത്തി ഉയർത്തി നിൽക്കുന്ന സ്വഭാവമുണ്ടെങ്കിലും പത്തിക്ക് മൂർഖന്റേതുപോലെ അഴകോ ഗാംഭീര്യമോ ഇല്ലെന്ന് പറയാം. ചാരമോ കറുപ്പോ മഞ്ഞ കലർന്ന തവിട്ടുമാണ് നിറം. അതിൽ വെള്ളയോ മഞ്ഞയോ വളയങ്ങൾ ഉണ്ടാകും. കാലാവസ്ഥാപരവും ഭൂമിശാസ്ത്രപരവുമായുള്ള വർണ്ണവൃദ്ധിയാനം സാധാരണമാണ്. 13 മുതൽ 17 വർഷം വരെ ആയുസ്സുണ്ട്. ജില്ലയിൽ വനവകുപ്പ് പിടികൂടുന്ന രാജവെമ്പാലകളെയും മറ്റു ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെയും തുറന്നുവിടുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുറ റേഞ്ചിൽപ്പെട്ട ശങ്കിലി ഉൾവനത്തിലാണ്. ഞായറാഴ്ച അഞ്ചുമരുതൻ മൂടി നിന്ന് വനംവകുപ്പ് പിടിച്ച രാജവെമ്പാലയെ തുറന്നുവിട്ടതും ഇവിടെ തന്നെ.